കുമരകത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കുമരകം ഡിവിഷനിൽ 1200 വോട്ടിന് LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് ഇതൊരു വലിയ സൊസൈറ്റൽ ഷിഫ്റ്റ് കൂടിയാണ്. ഈഴവ വോട്ടുകളിൽ വരുന്ന വലിയ മാറ്റം, LDFന് ഫിക്സഡ് ഡെപ്പോസിറ്റായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ വരുന്ന വലിയ മാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. കുമരകത്തെ ഈ വലിയ LDF തോൽവി അതിന്റെ ഒരു സൂചനയാണ്. ആ ബെൽറ്റിൽ LDF സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരുന്നതാണ്. കുമരകത്തെ തോൽവി നമ്മൾ നേരത്തെ പല തോൽവികളും വിശകലനം ചെയ്തതുപോലെ തന്നെ സാമൂഹികമായി സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. LDFനെ സംബന്ധിച്ച് അത് തിരിച്ചടിയാവുന്നു എന്നതിന്റെ ഒരു സൂചന കൂടി കോട്ടയത്ത് നിന്ന് വരും. ആ മേഖലയിൽ ഇപ്പോൾ കോട്ടയം ജില്ലയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 118 ഇടത്താണ് പഞ്ചായത്ത് വാർഡുകളിൽ BJP വിജയിച്ചിരിക്കുന്നത്, 118 ഇടത്ത്. അപ്പോൾ ഇതെല്ലാം ആ മേഖലയുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ LDFന് 20 ഇടത്തും ഇരട്ടിയിലധികം ഇടങ്ങളിലാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് കോട്ടയത്ത് UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് UDFനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 6-ൽ 4 UDFനൊപ്പമാണ്. പാലയിൽ മാത്രമാണ് LDFന് നേരിയതെങ്കിലും ഒരു മുൻതൂക്കം പറയാൻ കഴിയുന്നത്, അതും 11-10. നോക്കൂ, കഴിഞ്ഞ തവണത്തേതിന്റെ ഇരട്ടി സീറ്റാണ് BJPക്ക് കോഴിക്കോട്. 7 സീറ്റ് ഉണ്ടായിരുന്നതാണ് 14 സീറ്റായിട്ട് വർദ്ധിച്ചത്. അതും നഗര ഹൃദയങ്ങളിലെല്ലാം, കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം BJP ആണ് വിജയിച്ചിരിക്കുന്നത്. BJP കൗൺസിലർമാരാണ് ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ 15 ഇടങ്ങളിൽ വിമത പോരാട്ടമുണ്ട്. ഏറ്റവും കൂടുതൽ പക്ഷേ 15 ഇടങ്ങളിൽ വിമത പോരാട്ടമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ കടുത്ത ഫൈറ്റ് നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, മധ്യ കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട പ്രകടനം UDFന് ഉണ്ടാകുന്നു. അതേസമയം തന്നെ 2020 ഉൾപ്പെടെയുള്ള മറ്റ് ഘടകങ്ങൾ ഏത് തരത്തിലാണ്? എറണാകുളത്തെ സ്ഥിതി എങ്ങനെയാണ്? എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷൻ ഭരണം UDF നേരത്തെ തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. നിലവിൽ 40-ലധികം ഡിവിഷനുകൾ സ്വന്തമായിട്ടുണ്ട്. ഇനിയും ഏതാനും ഡിവിഷനുകളിലെ ഫലം വൈകാനുണ്ട്. അതേസമയം LDF വിജയിച്ചാൽ മേയർ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ തോറ്റു. 7 വിമതരായിരുന്നു UDFന് കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. ഈ 7 വിമതരിൽ ഒരാൾ, അതായത് ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ബാസ്റ്റിൻ ബാബു ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അതേസമയം മുണ്ടംവേലി ഈസ്റ്റ് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവിടുത്തെ വിമത സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. മറ്റ് വിമതന്മാർക്ക് കാര്യമായ തോതിൽ ശക്തി തെളിയിക്കാനായില്ല.